ഇതിനിടയിൽ ഇച്ചിരി എനർജി ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ മൂക്കുപൊടി പോലത്തെ സാധനം വെളുത്ത പൊടിയാണ് അടിക്കുന്നത്. ഇപ്പോഴത്തെ പഴയ മൂക്കുപൊടിയാണ്. പഴയ പൊടി അടിക്കുന്നത് എങ്ങനെ, പഴയ മൂക്കുപൊടി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ സത്യനാരായണ എന്താ നോക്ക്, ഒന്ന് മാറി നിന്ന് കാണട്ടെ, വ്യക്തമായിട്ട് കാണട്ടെ. ഇതൊരു നാഴികത്തുണ്ട് കേട്ടോ. ഓ, പകുതിയും വെളിയിൽ പോയി. ഇവിടെ നിന്ന് തുമ്മരുത്. മിക്കവാറും ഞാൻ തുമ്മാൻ സാധ്യതയുണ്ട് അടുത്ത്. ഇതാണ് ഇതൊക്കെ നാട്ടിൻപുറത്തിന്റെ രൂപങ്ങളാണ്, പഴയ ആളുകളാണ്. മൂക്കുപൊടി എടുത്തിട്ട് മൂക്കിലോട്ട് തള്ളി കയറ്റിയിട്ടിരിക്കുക. അതെ അതെ, നാഴി കേരളക്കളിങ്ങനെ യാത്ര ചെയ്യുന്നോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വളാത്താങ്കര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വളാത്താങ്കര പള്ളി, ഇത് ക്ഷേത്രത്തിന്റെ സൈഡിൽ ഒരു ബെഞ്ചിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. കൂടെ എനിക്ക് 2 കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു പ്രായക്കാരാണ്. ചേട്ടൻ്റെ പേരെന്താണ്? കൃഷ്ണൻ നാടാരി. ചേട്ടൻ സത്യനേശൻ നാടാരും. സത്യനേശൻ നാടാരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, നടൻ സത്യൻ. അദ്ദേഹം ഇപ്പം ഇല്ല, 71 മരിച്ചുപോയി. ഇപ്പോഴത്തെ പുതിയ സത്യനേശൻ നാടൻ അഭിനയിക്കാറുണ്ട്. അനുഭവിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വളാത്താങ്കര എന്നുള്ള പേരിന് തന്നെ ഒരു പ്രത്യേകത. വളാത്താങ്കര എങ്ങനെയാണ് ആ പേര് വന്നത്? എന്താ തമാശ എന്ന് പറയല്ലേ, ഞങ്ങൾ കാര്യമായിട്ട് ഒരു കാര്യം ചോദിക്കാം. പറ, ഈ വളാത്താങ്കര എന്നുള്ള പേരെങ്ങനെ? വളാത്താങ്കര എന്ന് പറഞ്ഞാൽ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. നമ്മൾ ആർത്തിച്ചാട്ട് അത് പണ്ട് ഉള്ള ഒരു ഇതാണ്. ഞാൻ പട്ടാളക്കാരനായിരുന്നു. ഓ, ആർമിയിലാണ്. എവിടെ വെച്ചാൽ റിട്ടയർ ചെയ്യുന്നത്? ബാംഗ്ലൂർ. അങ്ങനെ വല്ല വാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? 71 പാകിസ്ഥാനിൽ പോയില്ല. അന്ന് ബാഡ്മിൻ്റൺ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? ഇൻഫൻട്രി, സിഗ്നൽ ഇൻഫൻട്രിയിലായിരുന്നു. അപ്പൊ നിങ്ങൾ പോണമല്ലോ, ഫസ്റ്റില് നിങ്ങൾ പോണം. അന്നൊക്കെ അടിച്ച് പൊളിച്ച് അന്ന് നല്ല യുവരക്തം. അന്നത്തെ 450 രൂപയ്ക്ക് ശമ്പളത്തിൽ അന്ന് ഒരു ലക്കനിയും ഒരു ടിന്നും. അങ്ങനെ ഇന്നും ഭയങ്കര ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ അന്ന് ഞാൻ പെൻഷൻ വന്നപ്പോൾ 4000 രൂപയായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 10,25,000 രൂപ പെൻഷൻ കിട്ടും. മക്കൾ 2 മക്കൾ, ഒരു മോള് ഒരു മോൻ. മോൻ പട്ടാളത്തിൽ പോയില്ലല്ലോ? ഇല്ല, അയാൾ വേറെ ജോലി ചെയ്യുന്നു. ആൻഡമാൻ ദ്വീപിൽ വർക്ക്ഷോപ്പ് ഇട്ടേക്കുന്നത്. ശരി. ആൻഡമാൻ ദ്വീപിൽ ആണ് ഇപ്പോൾ. ശരി, ഓക്കെ. അപ്പോൾ ഈ നാടിനെ കുറിച്ച് ഉള്ള ഇതാണ്. ഇപ്പോൾ രണ്ട് ആരാധനാലയങ്ങൾ ഒരുമിച്ചിരിക്കുന്ന എല്ലാ ആളുകളും വൈകുന്നേരം നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നു. ഇവിടെ ഈ ഒരു വലിയ ആല്, നമ്മുടെ തണല്, വലിയ തണല്, ഒരു ചെറിയ ജംഗ്ഷൻ, എന്നാൽ വലിയ കുറച്ച് ആളുകളും തമാശയും ബഹളവും. ഇവിടുത്തെ ഒരു ഇതുമില്ല. കുവൈറ്റ് വെൽ എന്ന് പറയുന്ന വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സത്യനേശൻ നാടാർ ചേട്ടൻ്റെ ചില തമാശകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നു? എന്ത് പണി? പണിയൊന്നുമില്ല. പുല്ല് പറിക്കണം. അത് ശരി. പുല്ല് പറിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ശുദ്ധവായു ശ്വസിച്ച് ഇച്ചിരി ആരോഗ്യം സമ്പാദിച്ചിട്ട് പോയി പുല്ല് പറിക്കും. വീട്ടിലെ ആവശ്യത്തിന് അതോ പുറത്ത് കൊടുക്കാനോ? ഒരു പശുവെള്ളോ? പശുവിന് ഡാമേജ് വന്നു, അത് പോയി. അപ്പോൾ ഡാമേജ് ഇല്ലാത്തൊരു പശു ഉണ്ട് കൂടെ. അവിടെ 2-3 പേര് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. കമ്പനികളാണോ? ഇല്ല, അത് നമ്മൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, അത് അവര് വീക്ഷിക്കുകയാണ്. ഇവരെന്താണ് എന്ന് പറഞ്ഞാൽ ഇവരെ ചിലപ്പോൾ അകത്താക്കുമോ? അവരെ വീക്ഷണം ഇതാണ്. അവര് നിരീക്ഷകരാണ്. നിരീക്ഷകര് ഇവര് നാളെ ഇനിയിപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇവർ ചോദിക്കും, നിങ്ങൾ ചിലപ്പോൾ അകത്താവും. ഇതൊക്കെയാണ് അവരെ ഉദ്ദേശം. അതാണ് അവരുടെ ചിന്ത. ചിന്തയാണ്.
ചിന്താഗതിക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരുണ്ട്. ആ കടയിലിരിക്കുന്നുണ്ട്. അയാൾ വിചാരിക്കുന്നത് ഇവന്മാർ നമ്മളെ കട എന്തെങ്കിലും വീട്ടിൻ്റെ എന്തെങ്കിലും പരിപാടി വല്ലതും കൊണ്ടുവന്ന് മുറ്റിക്കൊടുക്കുകയാണോ എന്ന് ഒരു നോട്ടമാണ് അവനുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ ഒരാൾ പോച്ച് തള്ളിക്കൊണ്ടിരിക്കുന്ന പോച്ച് 24 മണിക്കൂർ ആ പോച്ചല്ല. കൃഷി എന്ന് പറഞ്ഞാൽ 10 പൈസ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ച് വാങ്ങിക്കണം പാർട്ടിയാണ് അവൻ. അങ്ങനത്തെ കൃഷി നല്ല വഴി മനുഷ്യനെ കൃഷി ചെയ്യാണ്, അല്ലാതെ പറമ്പിലെ കൃഷിയല്ല. പറമ്പിലെ കൃഷി അവ പോവില്ലല്ലോ. നീ വിളിക്കട്ടെ. അയ്യോ വന്നാ കൊള്ളാം. അല്ല എന്തായാലും ഒന്ന് നോക്കാം, അലപ്പുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാം. ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയട്ടെ. വാന്ന് അവിടെ കൃഷി ചെയ്ത അവിടെ 100 രൂപ പിടിച്ചു ചായ കുടിക്കാം, നമുക്ക് കുടിക്കാം. വാ 10 മിനിറ്റ്, നമ്മൾ 10 മിനിറ്റ് കൊണ്ട് സ്ഥലം കാലിയാകും. അതെനിക്കറിയാം. നമുക്ക് നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നാട്ടും പുറത്തിന്റെ ഈ ഒരു അന്തരീക്ഷം, നല്ല തണുത്ത കാറ്റ്, നല്ല തണല്. സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൻ പുറത്ത് ലാത്തങ്കരെ അപേക്ഷിച്ച് വലിയ പുരോഗമനമില്ല. നല്ല പണക്കാരുണ്ട്. ഈ കിടക്കുന്നത് കാട്ടുവാൽ ഗോനാശുമായിട്ട് ബന്ധപ്പെട്ട വലിയ നാടായിരുന്നു. അല്ല ഇവിടാണ് ഈ നിരപ്പലകയുടെ ഈ കട. ഞങ്ങൾ ഇതിനു മുമ്പ് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലുള്ളതാണ് ഈ നിരപ്പലക എന്ന് പറയുന്നത്. പഴയ ഷട്ടറാണിത്. ഇത്തിരി ഒന്ന് ക്ലോസ് ആയിട്ട് എടുത്താൽ അതിൽ കാണുന്നവർക്ക് മനസ്സിലാവും. ഈ നിരപ്പലകയിൽ ഇന്നില്ല, ഇത് എങ്ങുമില്ല, ഒരിടമില്ല. ഇന്ന് ഷട്ടറും ഇതൊക്കെയാണ്. അന്ന് വാ ഇതായിരുന്നു. നമുക്ക് 2 കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാം. വെട്ടോത്തി എടുക്കരുത്. പണി കഴിഞ്ഞ വരെയാണ്. എന്ത് പണി? പുല്ലുപറി തന്നെ, പുല്ലുപറി തന്നെ പണി. വേറെ കാര്യമായിട്ടുള്ള ഇതിനിടയിൽ ഇച്ചിരി എനർജിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ മൂക്കുപൊടി പോലത്തെ സാധനം വെളുത്ത പൊടിയാണ് അടിക്കുന്നത്. ഇപ്പോഴത്തെ പഴയ മൂക്കുപൊടിയാണ്. പഴയ പൊടി അടിക്കുന്നത് എങ്ങനെ, പഴയ മൂക്കുപൊടി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ സത്യനാരായണ എന്താ നോക്ക്, ഒന്ന് മാറി നിന്ന് കാണട്ടെ, വ്യക്തമായിട്ട് കാണാം. ഇതൊരു നാഴികത്തുണ്ട് കേട്ടോ. പകുതിയും വെളിയിൽ പോയി. ഇവിടെ നിന്ന് തുമ്മരുത്. മിക്കവാറും ഞാൻ തുമ്മാൻ സാധ്യതയുണ്ട് കേട്ടോ അടുത്ത്. ഇതാണ് ഇതൊക്കെ നാട്ടിൻപുറത്തിന്റെ രൂപങ്ങളാണ്, പഴയ ആളുകളാണ്. മൂക്കുപൊടി എടുത്തിട്ട് മൂക്കിലോട്ട് തള്ളി കയറ്റിയിട്ടിരിക്കുകയാണ്. അതെ അതെ, നാഴി ഇതെവിടം വരെ പോയെന്നറിയാം. ഇത്രയും വലിച്ചു കയറ്റിട്ട് ഒരു തുമ്മൽ പോലും ഇല്ല. നമ്മളിത് മൂക്കിന്റെ പരിസരത്ത് കൊണ്ട് നമ്മൾ തുമ്മൽ വയറ്റിലെത്തി. ഞാനിപ്പോ തുമ്മാൻ സാധ്യതയുണ്ടോ പൊടി അടിച്ചിട്ട്? സുഖം തന്നെയല്ലേ ജീവിതമൊക്കെ? ഹാപ്പിയല്ലേ? പുല്ല് പറയല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. കൃഷികളുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ കുഴപ്പമുണ്ടായിരുന്നു. അതെ, അത് കൃഷിക്കാരന്റെ ദുരിതമൊന്നും അങ്ങനെ തന്നെ. ഒന്നിലൊരു മഴ വരും, അല്ലെങ്കിൽ ഒരു കാറ്റ് വരും, അല്ലെങ്കിൽ ഒരു ഉണക്ക് വരും. നമ്മുടെ വെള്ളം അടിക്കാൻ ഇത് എന്തെങ്കിലും വരും. പൊടിക്കൃഷി എന്ന് പറയാൻ മൂക്കുപൊടി. വെറ്റക്കൊടി. ഈ മൂക്കുപൊടി ശീലം പണ്ടേ ഉണ്ടോ? 40-50 വർഷമായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ മാറ്റിട്ട് വേറെ ചില പൊടികളൊക്കെ അടിക്കുന്നു. നമ്മളും ശീലമായി. ഇതിനെയൊക്കെ നിർത്ത് കേട്ടോ. ഇനിയിപ്പോ അതും വല്ലപ്പോഴും കൃഷി ചെയ്തൊക്കെ ഉള്ള വലിയേ ഉള്ളൂ. കാശ് കൊടുത്ത് വാങ്ങിച്ചുള്ള വലിയ ഇല്ലല്ലേ. 10 രൂപയ്ക്ക് വാങ്ങിക്കും. ഇവിടെ കിട്ടും മൂക്കുപൊടി. ഇവിടെ നമ്മുടെ കൃഷി തന്നെ ഇവിടുത്തെ അല്ലേ? എല്ലാ കൃഷി തന്നെ, എല്ലാം വാഴ കൃഷിയാണ് പ്രധാനം. പച്ചക്കറി കൃഷികളൊക്കെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പള്ളിയിലും അമ്പലവും ഒക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ഈ നാട്ടിൻപുറത്തിൻ്റെ ഒരു നന്മയും ഒരു ആലിൻ്റെ തണലും ഇതുപോലുള്ള സരസമായ സംഭാഷണവും ഇതൊക്കെ മൺമറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതിനിടയിൽ ഇടയ്ക്ക് കടന്നു വരുന്ന ഒരു
ട്രാൻസ്പോർട്ട് ബസ്സും. ആ ട്രാൻസ്പോർട്ട് ബസ്സിനൊക്കെ ഒരു നാട്ടിൻപുറത്തിന് ഒരുപാട് കഥകൾ പറയാനുള്ളത്. കാരണം ഇവർ വന്ന് കുറച്ച് നേരം നിൽക്കും, കുറച്ച് ആളുകൾ കയറി പോകും, കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്. അതെല്ലാ നാട്ടിൻപുറത്തിൻ്റെ ഒരു അറ്റത്ത് ഇവിടെ ഉണ്ടാവും. ഇത് സ്റ്റേജ് ബസ്സാണല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഒരു മുമ്പത്തെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകൾ. ആ ഓർമ്മകൾ ഈ പ്ലാത്താങ്കര എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടി. ഞാൻ അതുകൊണ്ട് ഞങ്ങൾ ഈ രണ്ട് ചേട്ടന്മാരോടൊപ്പം അല്പം സമയം ചെലവഴിച്ചു. മിക്കവാറും ഞാൻ തുമ്മുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ നിങ്ങളിത് കാണണം, നമ്മളോടൊപ്പം കൂടണം. നമുക്ക് നാളെ കാണാം.